നമ്മളിലേക്ക് ഈസിയായി വരാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അതിനു മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 8943202263 എന്ന നമ്പറിലേക്ക് എനിക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന ഒരു മെസ്സേജ് ഇട്ടാൽ മതിയാകും. അതുപോലെ ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് താങ്ക് യു. പണം നമ്മളിലേക്ക് വരാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകളിൽ സമൃദ്ധി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ്. അതായത് നിങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഒരു സമൃദ്ധി നിറഞ്ഞ രീതിയിലാണോ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്ന് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ അവിടെ സാധനങ്ങൾക്കൊക്കെയും വലിയ വിലയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ചീപ്പായി കിട്ടുന്ന അല്ലെങ്കിൽ വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള ചിന്തകൾ നിങ്ങൾ നിരന്തരം നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നത് ചിന്തിച്ച് നോക്കുക. അതുപോലെ എനിക്കിപ്പോൾ സാമ്പത്തികമായി വളരെ ടൈറ്റാണ്, അതായത് ഇല്ലായ്മയെ ഫോക്കസ് ചെയ്താണോ സംസാരിക്കുന്നത് എന്നതും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്ര തന്നെ മണി അഫർമേഷൻസും ഒക്കെ പറയുകയാണെങ്കിലും നിങ്ങളുടെ ചിന്തകളും സംസാര രീതികളും ഈ ഒരു തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളിൽ സമൃദ്ധിയുടെ ഫ്രീക്വൻസിക്ക് പകരം ലാക്ക് ഓഫ് അബണ്ടൻസ്, അതായത് ഇല്ലായ്മയുടെ ഫ്രീക്വൻസിയാണ് ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ചിന്തകൾ സമൃദ്ധിയിലാണോ അതോ ദാരിദ്ര്യത്തിൻ്റെ ഫ്രീക്വൻസിയിലാണോ ഉള്ളത് എന്ന്. ഈ ഒരു വൈബ്രേഷനിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നിങ്ങൾ ആകർഷിക്കുന്നത്, അതായത് നിങ്ങൾ എല്ലാം ഒരു ഇല്ലായ്മയുടെ ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ഇല്ലായ്മയാണ് നിങ്ങളിലേക്ക് ആകർഷിക്കുക. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, നീ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നീ. അതായത് പണക്കാരെപ്പോഴും പണക്കാരായി തന്നെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ പാവങ്ങളും എപ്പോഴും പാവപ്പെട്ടവനായിപ്പോയി തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നതിലൂടെ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് മാറ്റിക്കൊണ്ടുവരണം. എങ്ങനെയെന്നാൽ നമ്മൾ ചുറ്റുപാടിൽ നിന്നും, നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നും, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് ഒക്കെയായി കുഞ്ഞുനാൾ മുതൽ കണ്ടതും കേട്ടതുമായ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെയും മാറ്റി നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ, അതായത് നമ്മുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ റീഫിൽ ചെയ്ത് നമ്മളെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ പറ്റിയുള്ള വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി വ്യക്തത കിട്ടും. സ്ട്രോങ് അഫർമേഷൻസ് എഴുതുന്നത് ഒരു വഴിയാണ്, പക്ഷേ ഈ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് പണക്കാരനാകാൻ പറ്റില്ല. നമ്മൾ വെറുതെ അഫർമേഷൻ പറഞ്ഞാൽ മാത്രം നമ്മളിലേക്ക് പണം എത്തുമോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ എടുക്കേണ്ട ആക്ഷൻ നമ്മൾ എടുത്താൽ മാത്രമേ നമ്മളിലേക്ക് പണം വരികയുള്ളൂ. അതുപോലെ തന്നെ പണമുണ്ടാക്കിയ ആളുകളെ കണ്ട് അവരുടെ വഴികളെ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കി പഠിക്കാം.
ഇല്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ കൂടെ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി താഴ്ന്നു പോകുന്നു. നിങ്ങൾ അറിയാതെ സംഭവിക്കുന്നതാണത്. അതുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ സംസാരിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് പണക്കാരാകണോ? പണക്കാരെ പോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാർ ചിലവഴിക്കുന്നത് പോലെ ധാരാളം ചിലവാക്കാനല്ല. നമുക്ക് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. അല്ലാതെ കൂടുതൽ ചിലവാക്കിയാൽ പിന്നെ ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ആ ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്താനാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഫ്രീക്വൻസി കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് പ്രവർത്തിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നത് 100% ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ തീർത്തു തരുന്നതാണ്. നല്ല സന്തോഷകരമായ ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ്. താങ്ക് യു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് രാവിലത്തെ മെഡിറ്റേഷനിലും പങ്കെടുക്കാൻ കഴിയുന്നതാണ്. താങ്ക് യു ഓൾ.